മാഷ് വലിയ ഭീതിയോടെ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ അടുക്കൽ വന്ന്, ഇതാ രണ്ട് ഇസ്ലാമിക വിരോധികളായ ഫാസിസ്റ്റുകൾ ഞാൻ ഇടപെടാത്ത ഒരു വിഷയത്തിൽ എൻ്റെ സുഹൃത്ത് ഇടപെട്ടു എന്ന കാരണത്താൽ എന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നു. ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് എന്നെ ജാമ്യത്തിൽ വെച്ചുകൊണ്ട് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ വിഷയം പരാതിയായി വിഷമമായി ചെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ആവേശത്തോടെ ചാടി എഴുന്നേറ്റ്, അവർ അത്രയ്ക്കായോ, എങ്കിൽ അവരെ ഞാൻ ശരിയാക്കും. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രൗഢി നിലനിൽക്കേണ്ടുന്ന മജ്ലിസ് തന്നെയാണിത്. അക്കാര്യത്തിൽ സംശയമില്ല. അവിടുത്തെ വസീലയാക്കി നമ്മുടെ നാട്ടുകാരായ കേരളക്കാരായ ആളുകൾക്ക് പ്രത്യേകിച്ച് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ആ തീരം എന്ന് മനസ്സിലാക്കി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ മഹത്തായ ആശയങ്ങളിൽ അടിയുറച്ചു നിന്ന് ജീവിക്കാൻ മഹാനവറുകളെ മദതാക്കി, മഹാനവറുകളുടെ മദത് കൊണ്ട്, ഹിമായത്ത് കൊണ്ട് നമുക്ക് കഴിയണം. ഞാൻ ജീവിച്ച നാട്ടിൽ ഈ ദീന് ഹയാത്താകണമെന്നുമുള്ള വല്ലാത്ത ആഗ്രഹം വെച്ചുകൊണ്ട് ശത്രുതാ മനസ്ഥിതി വെച്ച് ഈ സമൂഹത്തോട് പെരുമാറുന്നവരെ ഭൗതികമായ ആയുധങ്ങളോ ഭീകരവാദമോ തീവ്രവാദമോ ഒന്നുമില്ലാതെ വളരെ ശക്തമായി ബോധവൽക്കരിക്കുകയും വേണ്ടിടത്ത് അമർച്ച ചെയ്യുകയും ചെയ്യാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെയധികം മുന്നോട്ട് വന്ന വലിയൊരു നേതൃത്വം കൂടിയാണ്. ഒരിക്കൽ പുസ്തകത്തിൽ വായിക്കാനിടയായി അവിടുത്തെ അനുഭവങ്ങൾ അയവിറക്കുന്ന വേളയിൽ ഒരു മാഷിൻ്റെ അടുക്കൽ ഒരാൾ വന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിസക്ക് പൈസ വാങ്ങിയത് അത് തിരിച്ചു തന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഈ മാഷ് എന്ത് ചെയ്തു? മാഷ് പറഞ്ഞു, എൻ്റെ സുഹൃത്താണ് നിങ്ങളുടെ ഇത് പൈസ വാങ്ങിയത്, അതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ, ഞാനതിൽ തീരെ ബന്ധപ്പെട്ടിട്ടില്ലല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് ഇവർ മാറുന്നില്ല. പൈസ കൊടുത്ത് കുടുങ്ങിയവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിരോധം ഒരു മാനിഫെസ്റ്റോ ആക്കിയ ഫാസിസത്തിൻ്റെ രണ്ട് പ്രവർത്തകരായിരുന്നു. അവരെന്ത് ചെയ്തു? വീണ്ടും മാഷിനെ വല്ലാതെ ശല്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും കുറെ പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടി അവർ ബന്ദിയാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. അതിൽ നിന്നൊക്കെ കുറച്ച് സംഘർഷമൊക്കെ ഉണ്ടായെങ്കിലും മാഷ് രക്ഷപ്പെട്ടെങ്കിലും മാഷ് വലിയ ഭീതിയോടെ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ അടുക്കൽ വന്ന്, ഇതാ രണ്ട് ഇസ്ലാമിക വിരോധികളായ ഫാസിസ്റ്റുകൾ ഞാൻ ഇടപെടാത്ത ഒരു വിഷയത്തിൽ എൻ്റെ സുഹൃത്ത് ഇടപെട്ടു എന്ന കാരണത്താൽ എന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നു. ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് എന്നെ ജാമ്യത്തിൽ വെച്ചുകൊണ്ട് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ വിഷയം പരാതിയായി വിഷമമായി ചെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ആവേശത്തോടെ ചാടി എഴുന്നേറ്റ്, അവർ അത്രയ്ക്കായോ, എങ്കിൽ അവരെ ഞാൻ ശരിയാക്കും എന്ന രീതിയിൽ ആത്മീയമായി ഒരു ഭൗതികമായ ആയുധവും ശക്തിയും ഒന്നും കാണിക്കാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരായ അവർ ആ രീതിയിൽ പ്രതികരിക്കുകയും, സുബ്ഹാനല്ലാഹ്, മാഷ് തിരികെ വീട്ടിൽ വന്ന ശേഷം അതിനേക്കാൾ വർദ്ധിച്ച ഒരു പ്രതികരണം ആ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് പിന്നീട് ഒരു അനക്കവും ഇല്ല. അവസാനം ചെറുതായി ഒന്ന് അന്വേഷിച്ചു നോക്കി ഇവരുടെ അവസ്ഥ എന്താണ്. മാഷിനെ അങ്ങനെ പിടിക്കാൻ വന്ന ഒറ്റ വിഷയത്തിൽ തന്നെ അവർ പരസ്പരം തർക്കിക്കുകയും കലഹിക്കുകയും രണ്ട് ചേരിയായി മാറി അവർ തമ്മിൽ അടിച്ച് നശിച്ചു പോവുകയും ചെയ്ത ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ചാണ് കേൾക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ അതിനനുസരിച്ച് ജീവിക്കാനുള്ള ധൈര്യം തന്ന മഹാനുഭാവനെ നാം പിടിച്ചുകൊണ്ട് അവിടുത്തെ വസീലയാക്കിക്കൊണ്ട് ഈ ഉമ്മത്തിൻ്റെ സലാമത്തിനു വേണ്ടി, ഇന്ത്യ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ആത്മീയ തീരങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാന്മാരെ നാം ഇടയാളന്മാരാക്കി വളരെ ആത്മീയമായി അടുത്ത് നമ്മുടെ ഇബാദത്തുകളും നമ്മുടേതായ അവരുമായുള്ള ബന്ധവുമൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനുള്ള വഴികളാണ് എന്ന വസ്തുത മനസ്സിലാക്കി നാം മുന്നോട്ട് പോകണം. മഹാന്മാരായ ഔലിയാക്കളുടെ കരുത്ത് നാം നേടി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈമാനിൽ അടിയുറച്ച് നിൽക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു
ആ മഹാനുഭാവനോട് ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും ചരിത്രമൊന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് ന്യൂ കമേഴ്സായി ഇസ്ലാമിലേക്ക് വന്നവരുടെ മുന്നിൽ വെച്ച് അതാ ഖലീഫ ഓർഡർ ഇടുമ്പോൾ ആ ഖലീഫയുടെ മുമ്പിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും ചരിത്രം പറയൂല. ഖലീഫ പറഞ്ഞു, ഇവര് കേൾക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞേ പറ്റൂ എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ആ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കുപ്പായം വലിച്ചു കീറുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു പരാക്രമം ഖലീഫയുടെ സന്നിധിയിൽ കാണിക്കുന്നതെന്ന് ആളുകൾ തന്നെ അന്തം വിട്ടു നിൽക്കുമ്പോഴാണ് ആ മഹാനുഭാവൻ പറഞ്ഞത്, എൻ്റെ കുപ്പായം ശരിക്ക് നേരെ ഊരിയെടുക്കാൻ കഴിയില്ല. എൻ്റെ കുപ്പായത്തിൻ്റെ കുടുക്കുകൾ അഴിച്ച് സാധാരണ നിങ്ങൾ ഊരുന്നത് പോലെ ഊരാൻ പറ്റില്ല. ഞാനൊന്ന് തിരിഞ്ഞു നിന്ന് തരാം. തിരിഞ്ഞു നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മുതുകിൽ ഒരൽപ്പം പോലും മാംസമില്ലാതെ എല്ലുകൾ ഉന്തി നിന്ന് വളരെയധികം ആ മാംസം ഇനി ഒട്ടിപ്പിടിക്കുക പോലും ചെയ്യാത്ത സ്ഥിതിയിൽ അവിടെ ഉരുക്കി എല്ലുകൾ മാത്രം ഉന്തി നിൽക്കുന്ന സ്ഥലത്തിട്ടിരിക്കുന്ന ഷർട്ട് അല്ലെങ്കിൽ കുപ്പായം അത് ഊരാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഞാൻ പറയില്ലെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. എന്നെ അടിമയാക്കി വച്ചിരുന്ന ഇസ്ലാമിക വിരോധി എൻ്റെ കൈയും കാലും കെട്ടിയിട്ട് അതാ ഇരുമ്പ് പഠിപ്പിക്കുന്ന ചൂളയിൽ ആലയുടെ പുറത്തേക്ക് എന്നെ മലർത്തി വെച്ചിട്ട് എൻ്റെ മാംസം ഇരുമ്പുരുക്കുന്നതിന് തുല്യമുള്ള ആ ചൂളയുടെ വലിയ അഗ്നിബാധയിൽ ഉരുക്കി ഉരുക്കി താഴോട്ടൊളിപ്പിക്കുമ്പോൾ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് മാറുന്നുണ്ടോ, അള്ളാഹുവിനെ അംഗീകരിക്കാതെ തെറ്റി വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയാണെന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുകയും അല്ലാഹു അഹദെന്ന് വിളിച്ചുറക്കെ പറയുകയും ചെയ്ത് ആ കണ്ണടച്ചുകൊണ്ട് വേദന മുഴുവനും സഹിച്ച ആ ഒരവസ്ഥാവിശേഷത്തിൽ ഈ മുതുകിലെ ഇനി എന്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്താലും എന്ത് വിഷയത്തിൽ മാംസം ഒട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചാലും നടക്കുന്ന പ്രശ്നമില്ല. ഇത് കാണിക്കരുതെന്ന് കരുതിയാണ് എൻ്റെ ഈമാന്റെ ഇസ്ലാമിൻ്റെ ഹിസ്റ്ററി നിങ്ങളുടെ മുമ്പിൽ പറയാതിരുന്നത്. ഇപ്പൊ ഖലീഫ നിർബന്ധിച്ചത് കൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി ശൈഖുനാ സിയം വലിയുല്ലാഹി എന്ന ആത്മീയ നേതൃത്വത്തിന്റെ കൂടെ അനുസരണയുള്ള അനുയായികളായി മഹാന്മാരായ പണ്ഡിതന്മാരെ ഇഖ്ലാസുള്ള സാദാത്തുക്കളും ആലിമീങ്ങളും നയിക്കുന്ന ആ പാന്താവിൽ അടിയുറച്ച് നാം മുന്നേറുക. ഒരു ശക്തിക്കും ഏത് തട്ടിപ്പ് കൊണ്ടും യഥാർത്ഥ ഈമാനുള്ള ഇസ്ലാമിന്റെ അനുയായികളെ തകർക്കാൻ സാധ്യമല്ല. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാനവറുകളെ തന്നെ വലിയ നേതൃത്വമാക്കി ആത്മീയമാക്കി ഒരു വാശിക്കും വൈരാഗ്യത്തിനും ഉള്ള മാനദണ്ഡമല്ല, നമ്മുടെ ഇഖ്ലാസുള്ള ആത്മീയ നേതൃത്വമാണെന്ന് അനുസരണയുള്ള പണ്ഡിതന്മാരുടെ അനുയായികളാണ് ആത്മാർത്ഥമായി ഇവിടെ എത്തിച്ചേരുന്നതിലേറെ പേരും. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആ മഹബ്ബത്തിൽ ഇഖ്ലാസ് കാണിച്ച് ആത്മാർത്ഥമായി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുമാറാകട്ടെ. അവിടുത്തെ മദദ് കൊണ്ട് ഹിഫ്ദ് കൊണ്ട് ഹിമായത്ത് കൊണ്ട് ഈ ഉമ്മത്തിനെ അല്ലാഹു സലാമത്താക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിനെതിരെ ഒരു ചെറുവിരലനക്കാൻ മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഈ ഉമ്മത്തിന് സംരക്ഷണം നൽകുകയും ആ വിരലനക്കാൻ ശ്രമിക്കുന്നവരെ അല്ലാഹു തളർത്തുകയും ചെയ്യുമാറാകട്ടെ. യാ മുഖല്ലിബൽ ഖുലൂബി യാ അല്ലാഹ്, കൽബുകളെ മറിക്കുന്നത് നീയാണ് പടച്ചവനെ. അതുകൊണ്ട് അധികാരത്തിൽ എന്തായാലും എത്തി, അത് നിന്റെ പരീക്ഷണമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇതിനേക്കാളും വലിയ പരീക്ഷണം തന്നാലും നിന്റെ ഭാഗത്ത് നിന്ന് നീതിയാണ്. ഞങ്ങളത്ര നന്ദി കെട്ടവരാണ്, ഞങ്ങളത്ര അതവ് മര്യാദ കുറഞ്ഞവരാണ്. ഞങ്ങൾ ഔലിയാക്കളെ കുറിച്ച് വാദോരാതെ പറയും, പക്ഷേ അതിൻ്റെ അടുത്തേക്ക് പോലും ചെല്ലാനുള്ള യോഗ്യതയുള്ളവരല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ തന്ന പരീക്ഷണം നിന്റെ ഭാഗത്തു നിന്ന് നീതിയുടെ നിറകുടം തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്കത് കേൾപ്പില്ല. അതുകൊണ്ട് നിന്റെ ഔദാര്യം കൂടുതൽ വർഷിച്ച് ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. അവരുടെ കൽബ് ഇന്ത്യ രാജ്യത്തിൻ്റെ തലപ്പത്തും അമേരിക്കയുടെ അധികാരത്തിലും ഇരിക്കുന്നവർ എല്ലാ ദിവസവും രാവിലെ മുസ്ലിമിനെതിരെ എന്ത് പറയണം, ഇസ്ലാമിനെതിരെ എന്ത് തീരുമാനിക്കണമെന്നാണ് ആലോചിക്കുന്നതെങ്കിൽ അവരുടെ കൽബുകളെ മറിക്കാൻ കഴിവുള്ള നാഥാ മഹാനായ ശൈഖുനാ സിയം വലിയുല്ലാഹിയുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ കൽബ് മറിച്ച് ഇസ്ലാമിന് അനുകൂലമാക്കണം റഹ്മാനെ.
മുസ്ലിങ്ങൾക്ക് അനുകൂലമാക്കണം റഹ്മാനെ. എല്ലാവിധ ഹിമ്മത്തും ഈ സമുദായത്തിന് നൽകണം റഹ്മാനെ. എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞ് ഈ സമുദായത്തിന് വാങ്ങിയെടുക്കാൻ ഞങ്ങളുടെ മുസ്ലിം ഉമ്മത്തിന്റെ അനിഷേധ്യ നേതാക്കൾക്ക് അല്ലാഹുവേ നീ എല്ലാവിധ അവസരവും അനുഗ്രഹവും നീ നൽകണം റഹ്മാനെ. മഹാനായ ശൈഖുനാ സിയം വലിയുല്ലാഹി അവിടുന്ന് നിഴൽ പോലെ എന്ന് പറഞ്ഞാൽ വല്ല വാചകത്തിൽ വല്ല പോരായ്മയും ഉണ്ടാകുമോ? മഹാനവറുകളുടെ ഹിമ്മത്താണ് പണ്ഡിതന്മാരിലൂടെ എപ്പോഴും പ്രകടമാകുന്നത്. കൂടുതൽ പ്രകടമാകാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ദുആ വസിയത്തോടെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.